ഈസി ന്യൂ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രിൽ ചിക്കനാണ്. അപ്പോൾ ആ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 കോഴി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വെള്ളമൊക്കെ വാർത്തിട്ട് കത്തി കൊണ്ട് വരയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. 1 പിടിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4 പച്ചക്കുരുമുളക്, അത് നിർബന്ധമൊന്നുമില്ല. 2 ചെറുനാരങ്ങ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 കഷ്ണം ഇഞ്ചി. പച്ചമുളക് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. ഒരു 2 ഇല്ലി വേപ്പിൻ്റെ ഇല മതി. മല്ലിയിലയും പുതിനയിലയും കുറേശ്ശെ എടുക്കുക. അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഇതല്ലാതെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. ചെറുനാരങ്ങ ഒന്ന് ചേർക്കുക. ഇത് ഫുഡ് കളറാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേർക്കണമെന്ന് മാത്രം. മസാലയൊക്കെ ഒന്ന് ചേർത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ചിക്കനൊക്കെ ഇതിലിട്ട് വയ്ക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഒരു 5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കാം. പുറത്ത് അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിരട്ടിട്ട് കൊടുക്കാം. ഇനി ചിരട്ടയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാം. ചിരട്ടയൊക്കെ നന്നായി കത്തുന്നുണ്ട്. കനലാവുമ്പോഴേക്കും ഗ്രില്ലിലേക്ക് ചിക്കനൊക്കെ അടക്കി വയ്ക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഗ്രില്ല് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട്. പുറത്ത് നല്ല കാറ്റുള്ള കാരണം നല്ലോണം കത്തുന്നുണ്ട്. ഇപ്പോൾ കനലായിട്ടുണ്ട്. ഇനി കല്ലിൻ്റെ മേലെ 3 ഇലക്കഷ്ണം വെച്ച് കൊടുക്കുക. അതിൻ്റെ പൊടി ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രില്ലുമേലേക്ക്. അപ്പോൾ എന്നിട്ട് ഗ്രില്ല് വെച്ചിട്ടുണ്ട്. നല്ല ചൂടൊക്കെ ഉള്ള കാരണം ചിക്കനൊക്കെ വേഗം വേവണുണ്ട്. ഇനി അതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്രില്ല് മറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഒരു ഭാഗമൊക്കെ നന്നായി വെന്തുണ്ട്. വെളിച്ചെണ്ണ ഇറ്റിച്ചപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ എടുക്കാൻ നോക്കാം. ഇപ്പോൾ പാകത്തിനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഗ്രില്ലിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഇലയിലേക്കൊക്കെ വയ്ക്കാം. അപ്പോൾ മേൽഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. മസാലയുടെ ഭാഗം മാത്രമാണ് കരിഞ്ഞിട്ട് തോന്നുന്നത്. അപ്പോൾ നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഇലയിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇലയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഗ്രിൽ ചിക്കൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.